മക്കളെ വെൽക്കം ബാക്ക് ടു സൈലം ലേൺ ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് കുറച്ചധികം A+ ചോദ്യങ്ങളാണ്. അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാത്ത, എന്നാൽ സമയം എടുത്ത് കാണുകയാണെങ്കിൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കിടിലൻ ചോദ്യങ്ങളാണ്. സോ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ 8ാം ക്ലാസ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കുക. കൂടാതെ ഈ വീഡിയോ മുഴുവനും കണ്ടിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കുറച്ച് കമൻറ്റുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ കമൻസുകൾ എന്ന് പറയുന്നത്. സോ നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യത്തെ ചോദ്യം വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ഈ കാണുന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് അറിയോ എന്നുള്ളത് ആലോചിച്ച് നോക്കാം, എന്നിട്ട് ആൻസർ ചെയ്യാം. ഈ കാണുന്ന ചോദ്യം എന്തുകൊണ്ട് A+ ക്വസ്റ്റ്യൻ ആയെന്ന് ചോദിച്ചാൽ ഇതിന്റെ കോൺസെപ്റ്റ് അറിയുന്ന കുട്ടിക്ക് മാത്രമേ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. മക്കളെല്ലാവരും ശ്രദ്ധിച്ചോ, ഇതിന്റെ കോൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. ഏതൊരു റൈറ്റ് ട്രയാങ്കിളും ഏതൊരു മട്ടത്രികോണവും അവിടെ നമ്മൾ അതിനൊരു സർക്കിൾ എന്ന് പറഞ്ഞാൽ പരിവൃത്തമാണ്. അതായത് 3 പോയിന്റ് തൊട്ടിട്ട്, ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് 3 പോയിന്റ് തൊട്ടിട്ട് വരക്കാനുള്ള ചിത്രങ്ങൾ ഒരുപാടുണ്ട്. ഇതാണ് അതിന്റെ സർക്കിൾ അഥവാ പരിവൃത്തം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ സർക്കിളിൽ ഈ കാണുന്ന വര എപ്പോഴും ഡയമീറ്റർ ആയിരിക്കും, അഥവാ വ്യാസമായിരിക്കും. വേറെ ഒരു ട്രയാങ്കിളിൽ, ഈ കാണുന്ന ട്രയാങ്കിളൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണമാണെങ്കിൽ ഈ കാണുന്ന നീളം എന്തായിരിക്കും? ഈ കാണുന്ന സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമായിരിക്കും. ഈ കാണുന്ന പകുതി നീളമായിരിക്കും അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. അത് റൈറ്റ് ട്രയാങ്കിളിന് മാത്രമുള്ള പ്രത്യേകത. ശ്രദ്ധിച്ചോ, ദ സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ആർ 6, 8, 10. ഒരു റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണത്തിന്റെ സൈഡുകൾ എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ. നമുക്കറിയാം ഏറ്റവും വലിയ സൈഡ് എപ്പോഴും ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണായിരിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സർക്കം റേഡിയസ്? ഈ കാണുന്ന പരിവൃത്തത്തിന്റെ ആരം എത്ര എന്നാണ് ചോദ്യം. നമുക്കിത് 10 ആണെങ്കിൽ ഇതിന്റെ റേഡിയസ് എത്രയായിരിക്കും? 5. ആൻസർ സിമ്പിൾ ആണ്. പക്ഷെ സിമ്പിൾ ആകുന്നത് എപ്പോഴാ? ഈ കോൺസെപ്റ്റ് അറിയുന്ന എപ്പോഴാണ്. അതുകൊണ്ടാണ് ഇത് A+ ക്വസ്റ്റ്യൻ ആയത്. ഇതുപോലെ നമുക്ക് ഇനി ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് നേരെ അടുത്തൊരു ചോദ്യത്തിലേക്ക് എടുക്കാം. മക്കൾ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് പ്രൂവ് ദാറ്റ് അല്ലാതെയും ചോദ്യങ്ങൾ വരാറുണ്ട്. അതൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അത് കുറച്ചുകൂടി സിമ്പിൾ ആണ്. പക്ഷേ ഇതെങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ നോക്കാം. ചോദ്യം നന്നായിട്ടൊന്ന് റീഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? ദ പിക്ചർ ഷോസ് 2 സർക്കിൾസ് വിത്ത് സെയിം സെന്റർ ആൻഡ് എ ലൈൻ. ഈ 2 സർക്കിളിന്റെയും സെന്റർ എന്താണ്? സെയിം ആണ്, കേന്ദ്രം ഒന്നാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് പറയാണ്? പ്രൂവ് ദാറ്റ് ദ പോർഷൻസ് ഓഫ് ദ ലൈൻ ബിറ്റ്വീൻ ദ സർക്കിൾസ്. ഈ 2 സർക്കിളിന്റെയും ഇടയിലുള്ള പോർഷൻസ്, ഈ കാണുന്ന 2 കഷ്ണം, അത് രണ്ടും എന്താന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു? ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ പ്രത്യേകിച്ച് ഒരു എയോ ബിയോ സിയോ ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഈ ചിത്രം അങ്ങനെ തന്നെ റീഡ്രോ ചെയ്യാം. അങ്ങനെ തന്നെ ഒന്നുകൂടി മാറ്റി വരക്കാം. എന്നിട്ട് കറക്റ്റ് കുത്തനെ ഒരു വര വരക്കാം. എന്നിട്ട് നല്ലൊരു പേരും കൊടുക്കാം. ABCDO. നല്ലൊരു പേര് കൊടുത്തു, OABCDE. ഓക്കെ. അപ്പൊ ഈ കാണുന്ന ചിത്രത്തിൽ നമുക്കിനി ആൻസർ ഇതിന്റെ എങ്ങനെ അറിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് 90 ഡിഗ്രി ആണ് എങ്കിൽ, അതായത് ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിന്റെ കോഡിലേക്ക് വരക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ CEയുടെ നീളവും അതേപോലെ തന്നെ, അല്ലേ വേണ്ട, വലുതെന്ന് എടുക്കാം ആദ്യം, വലുത് തന്നെ ഇരിക്കും ആദ്യം. AEയുടെ നീളവും അതേപോലെ തന്നെ EBയുടെ നീളവും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ ആണല്ലോ. അതായത് ഈ കാണുന്ന വലിയ സർക്കിൾ എടുക്കുക. ഈ കാണുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ AEയും EBയും ഈക്വൽ ആണ്. നമ്മളെ തിയറമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതറിയാം, CEയുടെ നീളവും EDയുടെ നീളവും ഈക്വൽ ആണ്. CE ഈക്വൽ ടു ED. CEയും EDയും ഈക്വൽ ആണ്. ഇത് ചെറിയ സർക്കിളിന്റെ കോഡ് ആണ്, ഞാനാണ്. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോ, ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇത് രണ്ടും ഒന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കി. ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ ഒന്ന് കുറച്ച് നോക്കി. എന്താ സംഭവിക്കുന്നത്? ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ കുറച്ചാൽ AEയിൽ നിന്നും CE കുറയ്ക്കുക. അതേപോലെ തന്നെ EBയിൽ നിന്ന് ED കുറയ്ക്കുക. എന്തിനാ വലുതെടുത്തത്? അത് ഇത്ര തന്നെ ഐഡിയുള്ളൂ. AE എന്ന് പറയുന്ന സൈഡ്, ഈ കാണുന്ന മുഴുവൻ സൈഡിൽ നിന്നും ഈ കാണുന്ന സൈഡ് അങ്ങ് ഒഴിവാക്കി എന്ത് കിട്ടും? CE കുറയ്ക്കാനാണ്, ഇത് അങ്ങ് ഒഴിവാക്കാം. അപ്പം നമുക്ക് കിട്ടുന്ന നീളം AC ആണ്. AC. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? ഈ കാണുന്ന സ്ഥലത്ത് നമുക്ക് AC എന്ന് കിട്ടി. ഒന്ന് ചെറുതാക്കിയാൽ ഈ കാണുന്ന എത്ര കിട്ടി? AC എന്ന് കിട്ടി. ഈ ഭാഗം AC. EBയിൽ നിന്ന് ED അങ്ങ് ഒഴിവാക്കി. അപ്പം എന്ത് കിട്ടി? DB കിട്ടി. ഇതല്ലേ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്? ഇത്രേ ഉള്ളൂ. പ്രൂവ്ഡ്. ഇത്രേ ഉള്ളൂ. ഇത് പ്രൂവ് ചെയ്ത് അങ്ങ് 3 മാർക്കാണ്. ഇത് ചെയ്താൽ കട്ടായിപ്പോയി, കാണില്ല അല്ലേ? അതായത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. മക്കളെ ശ്രദ്ധിച്ചോളൂ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. സെയിം സാധനം ഒന്നുകൂടി കാണിച്ചു തരാം. സംഭവം ഇത്രേ ഉള്ളൂ. അതായത് AEയിൽ നിന്നും ഈ കാണുന്ന AE, ഈ കാണുന്ന CE. ഈ AEയിൽ നിന്നും ഞാൻ എന്ത് ചെയ്തു? CE കുറച്ചു. AEയിൽ നിന്നും CE കുറച്ചാൽ എന്ത് കിട്ടും? AC കിട്ടും. അതേപോലെ തന്നെ ഈ കാണുന്ന EBയിൽ നിന്ന് ED കുറച്ചാൽ എന്ത് കിട്ടും? DB കിട്ടും. സോ ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. അത്ര ഉള്ളത് പ്രൂവ് ചെയ്യാൻ NCT ഈസ് പ്രൂവ്ഡ്. വളരെ സിമ്പിളായിട്ട് പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണിത്. സെറ്റാണോടാ മക്കളെ? സെറ്റാണോ? ഞാൻ നേരെ അടുത്തൊരു ചോദ്യത്തിലേക്ക് അടുക്കാണ് കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിച്ചോട്ടോ. ഇതുപോലെ നല്ല രസമുള്ള കുറേ ചോദ്യങ്ങളുണ്ട്.
ഇനി എല്ലാവരും ഇതിന്റെ മലയാളം മീഡിയം ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു നല്ലൊരു ചോദ്യമാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ചോദ്യം എന്താണ്? ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. ഇൻ ദ ഫിഗർ, ചിത്രത്തിൽ, മലയാളം മീഡിയക്കാർ കേട്ടിരുന്നാൽ മതി, അവർക്ക് പറഞ്ഞുതരാം കേട്ടോ. ചിത്രത്തിൽ ഈ കാണുന്ന രീതിയിൽ ഏത് ചിത്രം വന്നാലും മനസ്സിൽ ഇത്രേ ഐഡിയ കൊണ്ടുവരേണ്ടേ ഉള്ളൂ. മാക്സിമം നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ചിത്രം ഇങ്ങനെ ആയിരിക്കും. ഇവിടെ റേഡിയസ് കണ്ടെത്തുക, ഇവിടെ റേഡിയസ് ഇവിടെ, ഇങ്ങനെ ആയിരിക്കും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ വരിക. ഇതിലപ്പുറം ആവശ്യം ഉണ്ടാവില്ല, ഇതിൽ ഏതെങ്കിലും കുറച്ച് തന്നെ ആവശ്യം ഉണ്ടാവുള്ളൂ. ഇൻ ദ ഫിഗർ O ഈസ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ. ചിത്രത്തിൽ O എന്ന് പറയുന്നത് വൃത്തത്തിന്റെ കേന്ദ്രമാണ്. AB ആൻഡ് PQ ആർ ടു കോഡ്സ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ABയും PQയും ഒരേ അകലത്തിലാണെന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോ. സെന്ററിൽ നിന്നും ഒരേ അകലത്തിലുള്ള രണ്ട് ഞാണുകൾ എപ്പോഴും ഈക്വൽ ആയിരിക്കും. അഥവാ സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഒരേ അകലത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ എത്രയുള്ളൂ സംഭവം? ഈ കാണുന്ന OCയും ഈ കാണുന്ന ONഉം ഈക്വൽ ആണ്. ചിത്രത്തിൽ എന്ത് തന്നിട്ടുണ്ട്? OC ഈക്വൽ ടു ON. എന്നിട്ട് നിങ്ങളോട് പറയാണ് ഫ്രം ദി സെന്റർ ABയുടെ നീളം 12 ആണ്. ഈ കാണുന്ന മുഴുവൻ നീളം 12 ആണ്. ആൻഡ് OCയുടെ നീളം 8 ആണ്. OCയുടെ നീളം 8 ആണ്. ഇത് 8 ആണ്. ആദ്യത്തെ ചോദ്യം PQവിന്റെ നീളം എത്ര? മക്കളെ ഇത്രേ ഉള്ളൂ. ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം രണ്ടും സെയിം ആണെങ്കിൽ ആ സെയിം ആയിട്ടുള്ള സ്ഥലത്തേക്കുള്ള കോഡിന്റെ നീളം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അഥവാ ABയും PQയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. AB ഈക്വൽ ടു PQ. അപ്പോൾ AB 12 ആണെങ്കിൽ PQയും 12. അപ്പോൾ ഒരു മാർക്കായി. വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഈ കാണുന്ന ചിത്രത്തിൽ എവിടെ റേഡിയസ് തന്നിട്ടില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? റേഡിയസ് വരക്കാം. ഇങ്ങനെ വരച്ചാൽ മതി. കാരണം ഇവിടെ 8 ഉണ്ട്. ഈ കാണുന്ന മുഴുവൻ നീളം 12 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഈ കറക്റ്റ് പകുതി ആയിരിക്കും, 6 ആയിരിക്കും. സോ ഇത് 6 ആണ്, ഇത് 8 ആണെങ്കിൽ പൈതഗോറസ് തിയറം പ്രകാരം OA സ്ക്വയർ കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് ട്രിക്ക് അറിയാവുന്ന ആൾക്കാർ എഴുതിയാലും മതി കേട്ടോ. 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. 6 സ്ക്വയറിന് 36, 8 സ്ക്വയറിന് 64. അപ്പോൾ OA എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? √100 ആയിരിക്കും, അഥവാ 10. സോ ഈ നീളം 10 ആണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇനിയും വരാൻ സാധ്യതയുള്ള ഒരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. ഈ ചിത്രം ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട? മിസ് ചെയ്യേണ്ട കേട്ടോ. ഞാൻ നേരെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. റെഡിയാണോ? അപ്പോൾ ഇതൊരു നല്ലൊരു ചോദ്യമാണ്, മിസ് ചെയ്യേണ്ട. എന്നാൽ ഇതേ രീതിയിലൊരു ചോദ്യം ചിത്രമില്ലാതെ തരും. ചിത്രം തരൂല. മലയാളം മീഡിയക്കാർക്ക് ഇവിടെ ഉണ്ട്. നന്നായിട്ട് ശ്രദ്ധിച്ചോ, കിടിലൻ ക്വസ്റ്റ്യനാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചോ. ചിത്രം ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചിത്രം വരയ്ക്കേണ്ടത് കൂടി പറഞ്ഞുതരാം. നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചോദ്യം വായിക്കാം. ഇൻ എ സർക്കിൾ, ഒരു വൃത്തമുണ്ട്. റേഡിയസ് 10 സെന്റിമീറ്റർ. ആ സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. വേണമെങ്കിൽ ഇപ്പം തന്നെ വരക്കാം. റേഡിയസ് എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. റേഡിയസ് 10. എങ്ങോട്ടെങ്കിലും വരയ്ക്കും. ഇങ്ങോട്ട് വരയ്ക്കുന്നതാണ് നല്ലത്. നമ്മൾ ചിത്രങ്ങൾ ഇങ്ങനെയല്ലേ വരുന്നത്, ഈ രീതിയിലല്ലേ വരുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് വരച്ചു. ഇങ്ങോട്ട് വരക്കട്ടോ 10. എന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? എ കോഡ് ഈസ് 6 സെന്റിമീറ്റർ അവേ ഫ്രം ദി സെന്റർ. ഒരു ഞാൻ എന്താക്കുന്നുണ്ട്? 6 സെന്റിമീറ്റർ അകലെയാണ്. സെന്ററിൽ നിന്നും 6 സെന്റിമീറ്റർ അകലെ ഒരു ഞാനുണ്ട്. ഇങ്ങനെ ഈ ചിത്രമാണ് മെയിനായിട്ട് വരിക. 6 സെന്റിമീറ്റർ അകലെ ഒരു ഞാനുണ്ട്. എന്നിട്ട് നിങ്ങളോട് എന്താ പറയുക? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി കോഡ്. ഞാനിന്റെ നീളം എത്ര? കോഡിന്റെ നീളം എത്ര? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പേരിടാം OABC. അപ്പോൾ നമുക്കറിയാം ഇത് 10 ആണ്, ഇത് 6 ആണെങ്കിൽ നമുക്ക് പൈതഗോറസ് യൂസ് ചെയ്തിട്ട് എന്താ കണ്ടുപിടിക്കുക? ഇത് 8 ആണ് കണ്ടുപിടിക്കാം. അതായത് നേരത്തെ ചെയ്തതുപോലെ കർണം സ്ക്വയർ ഹൈപ്പർന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ AC സ്ക്വയർ പ്ലസ് ഹൈപ്പർന്യൂസ് സ്ക്വയർ R സ്ക്വയർ. ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്ലസ് 36 കൊണ്ടുവന്നാൽ മൈനസ് 36. ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ACയുടെ നീളം കിട്ടും. AC എന്ന് പറഞ്ഞാൽ എത്രയാ? √64 8 ആണ്. പക്ഷേ നമ്മൾ ചോദിച്ച ചോദ്യം AC അല്ല. നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? ഈ കാരണം ഞാൻ അഥവാ കോഡിന് നീളം. അപ്പോൾ അത് 8 ആണെങ്കിൽ ഇത് 8. സോ 8 + 8 16 എന്ന് വരും. നല്ല രസമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? നല്ല രസമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഇനി ഇതേ ചോദ്യം അടുത്ത ശ്രദ്ധിച്ചേ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി കോഡ്. കോഡിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ലെങ്ത് 12 സെന്റിമീറ്റർ ഫ്രം ദി സെന്റർ ഓഫ് ദി സെയിം സർക്കിൾ. അതായത് ഈ സെയിം സർക്കിളിൽ നിന്നും 12 സെന്റിമീറ്റർ നീളമുള്ള ഒരു കോഡ്. 12 സെന്റിമീറ്റർ നീളമുള്ള ഒരു കോഡ്. അപ്പോൾ എന്തായാലും 16നേക്കാൾ കുറച്ച് ചെറുതായിരിക്കും. 12 സെന്റിമീറ്റർ അകലമുള്ള ഒരു കോഡ്. ഇതിന്റെ മുഴുവൻ നീളം 12 ആണ്. എന്നാൽ സർക്കിളിന്റെ സെന്ററിൽ നിന്നും എത്ര ദൂരത്തിൽ അകലെയാണ്? ഇതാണ് ചോദ്യം. ഈ ദൂരം എത്ര? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഇവിടെ സിമ്പിൾ ട്രിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. ഇവിടെ നമ്മൾ ട്രയാങ്കിൾ യൂസ് ചെയ്യുന്നു. നമുക്കറിയാം സർക്കിളിന്റെ റേഡിയസ് ഒരിക്കലും മാറില്ല. അത് 1 10 ആണെങ്കിൽ അടുത്ത എന്താണ്? 10 ആണ്. ആൻഡ് ഈ കാണുന്ന മുഴുവൻ നീളം 12 ആയതുകൊണ്ട് ഈ കാണുന്ന നീളം എത്രയായിരിക്കും? 6 ആയിരിക്കും. മുഴുവൻ നീളം 12 ആണെങ്കിൽ ഇത് 6. അപ്പോൾ ഇത് 10 6 ആണെങ്കിൽ നീളം എത്രയായിരിക്കും? 8. അപ്പോൾ ഇതിന്റെ നീളം എത്രയാണ്? 8 ആണ്. ഇതിന്റെ നീളം എത്രയാണ്? 8 ആണ്. അടുത്ത ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ചാൽ ഒരു കിടിലൻ ഐഡിയ പറഞ്ഞുതരാം. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കുമല്ലോ? ഈ കോഡും നമ്മൾ അകലം എത്ര, ഡിസ്റ്റൻസ് എത്ര വെച്ചാൽ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടി കൂട്ടി എഴുതിയാൽ മതി. 8 + 6 14. അതായത് ഈ കാണുന്ന ഞാനും നമ്മൾ അകലം എത്രയാണ്? 14 ആണ്. ചിലപ്പോൾ ഇതേ ചോദ്യം നിങ്ങളോട് എന്ത് ചോദിക്കുന്ന അറിയോ? ഈ രണ്ട് കോഡും ഒരു സൈഡിലാണെങ്കിൽ അത് 12 എന്ന് പറഞ്ഞതും ഒരു സൈഡ്, 16 എന്ന് പറഞ്ഞ ഒരു സൈഡ്, അങ്ങനെയാണെങ്കിൽ അവ തമ്മിലുള്ള അകലം കാണാൻ എന്ത് ചെയ്താൽ മതി? വലിയ നമ്പറിന് ചെറിയ നമ്പർ കുറച്ചാൽ മതി.
അപ്പോൾ 8 - 6 = 2. അതായത് ചിത്രം വരച്ച് കാണിച്ചു തരാണെങ്കിൽ ഈ കാണുന്ന 12 ഞാൻ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ഇവിടെ വരച്ചു. അപ്പോൾ ഇവിടേക്കുള്ള ദൂരം 8 ആണ്, ഈ കാണുന്ന ദൂരം 6 ആണ്. അപ്പോൾ ഇവയ്ക്കിടയിലുള്ള ദൂരം എത്രയ്ക്കും? 2. അപ്പോൾ ഇതും നല്ലൊരു കിടിലൻ ചോദ്യമാണ്, മിസ് ചെയ്യേണ്ട കേട്ടോ. ഇനി ഇതേപോലെ ഒരു A+ ക്വസ്റ്റ്യൻ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ചോ. കിടിലൻ ക്വസ്റ്റ്യൻ, നല്ല രസമുള്ള ക്വസ്റ്റ്യൻ. ഇതിൻ്റെ മലയാളം മീഡിയം ഞാൻ പറഞ്ഞുതരാം. സോറി, ഇംഗ്ലീഷ് മീഡിയം ഞാൻ പറഞ്ഞ ചോദ്യം എനിക്ക് കിട്ടില്ല, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത്, അതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ചിത്രത്തിൽ ഈ കാണുന്ന ചതുർഭുജം എന്ന് പറഞ്ഞാൽ കോഡ്രിലാറ്ററൽ. താഴത്തെ സൈഡ് സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. AB എന്ന് പറഞ്ഞ ഡയമീറ്റർ ആണ്, AB വ്യാസമാണ് ഡയമീറ്റർ. മുകളിലത്തെ വശം അതിന് സമാന്തരമാണ്, പാരലലാണ്. അതായത് AB പാരലൽ ടു CD, AB CD സമാന്തരമാണ്. വൃത്തത്തിന്റെ ആരം എത്ര? നമുക്കറിയാം, ഈ കാണുന്ന മുഴുവൻ നീളം 26 ആണെങ്കിൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയ്ക്കും? അതിന്റെ നേരെ പകുതി 13 ആയിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ. സമാന്തരത്തിന്റെ വശങ്ങൾ തമ്മിലുള്ള അകലം കണക്കാക്കുക. ഈ കാണുന്ന ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ കാണുന്ന കുത്തനുള്ള ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കാം? എല്ലാവരും ശ്രദ്ധിച്ചോ. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ ആവശ്യമുണ്ട്. ഇപ്പൊ ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഈ കാണുന്ന നീളം 13 ആണെന്ന് അറിയാം, പക്ഷെ ഈ കാണുന്ന നീളം അറിയോ? ഇല്ല. ഈ കാണുന്ന നീളം അറിയോ? ഇല്ല. അപ്പൊ ഇത് വരച്ചിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് പരിചയമുള്ള ഒരാളാരാണ്? അത് ഇയാളാണ്. ഈ കാണുന്ന ചിത്രം ഒന്ന് നോക്കി അല്ലേ? ഇത് നമുക്കറിയാം, കാരണം ഈ കാണുന്ന മുഴുവൻ നീളം ഇത് 13 ആണ്, ഇതും 13 അല്ലേ? കാരണം എന്താ? ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിലേക്ക് വരക്കുന്ന റേഡിയസ് ആണ്, പക്ഷെ ഇത് റേഡിയസ് അല്ല. മനസ്സിലാവും? അപ്പൊ ഇത് 13 ആണെങ്കിൽ ഇതും 13 ആണ്. ഈ കാണുന്ന മുഴുവൻ നീളം 10 ആണെങ്കിൽ ഇത് എത്രയാണ്? കറക്റ്റ് പകുതി 5 ആണ്. അപ്പൊ നമുക്കറിയാം 13ഉം 5ഉം ആണ് എങ്കിൽ ഈ കാണുന്ന ദൂരം, ഈ കാണുന്ന ഹൈറ്റ് എത്രയായിരിക്കും? 12 ആയിരിക്കും. പൈതഗോറസ് യൂസ് ചെയ്യുക. അതായത് ഇതിന് പേര് കൊടുക്കുകയാണെങ്കിൽ ABCDEF. അപ്പോൾ EF എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ DE സ്ക്വയർ, 13 സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, EF സ്ക്വയർ. ഇത് സോൾവ് ചെയ്ത് അങ്ങോട്ട് 169 നിന്ന് 5 സ്ക്വയർ 25 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു EF സ്ക്വയർ. 169 25 കുറച്ചാൽ 144 സമം EF സ്ക്വയർ. സോ എന്ത് കിട്ടും? EF എത്ര കിട്ടും? √144 സമം 12. ഇനി അല്ലേ 5 12 15 ചെയ്താൽ മതി. അടുത്തൊരു ചോദ്യം പല ആൾക്കാർക്കും അറിയാത്തൊരു ചോദ്യമാണ്, അവർക്ക് വേണ്ടി ഒന്നുകൂടി പറയണം. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഈ കാണുന്ന കോഡ്രിലാറ്ററിന്റെ ഏരിയ അഥവാ പരപ്പളവ് ഏരിയ. മക്കളെ കോഡ്രിലാറ്ററിന്റെ ഏരിയ കാണാൻ ഒരു പണിയില്ല, പ്രത്യേകിച്ച് പാരലോഗ്രാം അല്ല പാരലൽ സൈഡ് ആണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ എത്ര ഉള്ളൂ? ½ × A + B × ഹൈറ്റ് ആണ് കേട്ടോ. ½ × A + B × ഹൈറ്റ്. A എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മുഴുവൻ നീളം, B എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നീളം, ഹൈറ്റ് എന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. സോ അതിന്റെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യണം. ½ × A എന്ന് പറഞ്ഞാൽ 26, B എന്ന് പറഞ്ഞാൽ 10 × ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ 12നെയും ഈ 2നെയും കട്ട് ചെയ്യാം 6. സോ 26 + 10 36 × 6. ഇതിന് ആൻസർ എത്ര? നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. വെറുതെ കമന്റ് ചെയ്താൽ പറയാം. ഈ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ്. ഈ ക്ലാസ് ഉത്തരം ഞാൻ കണ്ടുപിടിച്ചു, എനിക്ക് കമന്റ് ചെയ്യണം. നിങ്ങൾ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം കമന്റ് ചെയ്താൽ മതി കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ചോദ്യങ്ങളാണോ നിങ്ങൾ കിട്ടിയെന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ വരക്കാനുള്ള ഒരു ചോദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. 3 ചോദ്യങ്ങൾ നമ്മൾ വരക്കാനുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആംഗിൾ തന്നിട്ടില്ലെങ്കിൽ വരക്കാൻ കഴിയില്ലേ? സിമ്പിൾ ആയിട്ട് കഴിയും, ഒരു പണിയില്ല. എന്ത് ചെയ്താൽ മതി? 5 6 7. അപ്പൊ നിങ്ങൾ ആദ്യം ഏറ്റവും വലിയ സൈഡ് വരക്കുക, 7 സെന്റിമീറ്റർ. അത് ഒരു ട്രയാങ്കിൾ വരക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എന്നിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ 5 സെന്റിമീറ്റർ സൂചി കുത്തിയിട്ട് ഇങ്ങോട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഈ കാണുന്നത് 5 സെന്റിമീറ്റർ കറക്റ്റ് എടുത്തിട്ട് ഇവിടേക്ക് വരയ്ക്കാം, 5 സെന്റിമീറ്റർ. എന്നിട്ട് കറക്റ്റ് ഇവിടേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം. ഓക്കെ. എന്നിട്ട് അടുത്ത സെന്റിമീറ്റർ എന്ത് ചെയ്യുക? 6 സെന്റിമീറ്റർ അളവ് എടുക്കാം. എന്നിട്ട് ഇവിടേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം. അത് ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കണം. ഇപ്പോൾ ജോയിൻ ചെയ്യിപ്പിക്കണമല്ല, ഇതേപോലെ 5ൻ്റെ ഇങ്ങോട്ട് വരച്ചതിന് ശേഷം 6ൻ്റെ ഇവിടുന്ന് വരക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും, 5ഉം 6ഉം വെച്ചിട്ട്. ആ തമ്മിൽ എന്താക്കിയാൽ ജോയിൻ ചെയ്യിപ്പിച്ചാൽ എന്ത് കിട്ടും? ഒരു ട്രയാങ്കിൾ കിട്ടും. എന്നിട്ട് ഓരോന്നിൻ്റെയും ലംബ സമവാചി വരച്ചാൽ മതി. ഓരോ ട്രയാങ്കിളിന്റെ സൈഡിന് എന്ത് ചെയ്യുക? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. ഇതിപ്പോൾ 7 ആണെങ്കിൽ കറക്റ്റ് 3.5 നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു വര കിട്ടും. അത് നിങ്ങൾ എന്ത് ചെയ്യുക? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വെച്ചിട്ട് തന്നെ ചെയ്യാം. നിങ്ങൾക്കറിയാം, ഈ കാണുന്ന 5 ആണ്, ഈ കാണുന്നത് 6 ആണ്. 6 ആണെങ്കിൽ അതിന്റെ കറക്റ്റ് പതി കൂടി ഒരു 3 കറക്റ്റ് പതിയിൽ എന്ത് കിട്ടും? 90 ഡിഗ്രിയിൽ ഒരു കറക്റ്റ് ലെങ്ത് കിട്ടും. 90 ഡിഗ്രി. അത് ഇവിടുത്തെ ആംഗിൾ 90 ആയിരിക്കും, ഇവിടുത്തെ ആംഗിൾ 90 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ ഇവിടെ സൂചി കുത്തിയിട്ട് എന്ത് ചെയ്താൽ മതി? വരച്ചാൽ. അതിൽ പറയാത്തത് ആയതുകൊണ്ട് പറഞ്ഞു തന്നോളൂ കേട്ടോ. ചിലപ്പോൾ ഇതിന്റെ റേഡിയസ് എത്രയാണെന്നൊക്കെ അളന്ന് എഴുതാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ കാണുന്ന നീളം കണ്ടാൽ മതി. റേഡിയസ്, സർക്കിളിന്റെ റേഡിയസ്, സെന്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള ദൂരം.
സോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ടോപ്പിക് എന്ന് വിചാരിച്ചത്. എല്ലാ മക്കളും ശ്രദ്ധിക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ 2 ചോദ്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ചോട്ടോ. യെസ്, ഏകദേശം ഒരു 15 മിനിറ്റ്, ഒരു 20 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. നല്ല കിടലും ചോദ്യങ്ങളായതുകൊണ്ടാണ് മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചോ. ഇൻ എ സർക്കിൾ എ കോഡ് ഓഫ് ലെങ്ത് 30 സെന്റിമീറ്റർ. ഒരു വൃത്തത്തിനകത്ത് ഒരു ഞാണിന്റെ നീളം എത്രയാണ്? 30 സെന്റിമീറ്റർ ആണ്. ഇൻ എ സർക്കിൾ എ കോഡ് ഓഫ് ലെങ്ത് 30 സെന്റിമീറ്റർ. ഒരു ഞാണിന്റെ നീളം 30 സെന്റിമീറ്റർ ആണ്. ആൻഡ് പിന്നെ എന്ത് തന്നിട്ടുണ്ട്? കോഡ് ഓഫ് ലെങ്ത് 30 സെന്റിമീറ്റർ. ഇതിന്റെ കോഡിന്റെ നീളം 30 സെന്റിമീറ്റർ ആണ്. വിച്ച് ഈസ് 8 സെന്റിമീറ്റർ അവേ ഫ്രം ദി സെന്റർ. ഈ കാണുന്ന സർക്കിളിന്റെ സെന്ററിൽ നിന്ന് 8 സെന്റിമീറ്റർ അകലെയാണ്. സെന്ററിൽ നിന്ന് 8 സെന്റിമീറ്റർ അകലെ. എന്നിട്ട് ആദ്യം ചോദ്യം വാട്ട് ഇസ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഈ കാണുന്ന വൃത്തത്തിന്റെ ആരം എത്ര? അപ്പൊ എപ്പോഴും ഈ ചാപ്റ്ററിന് ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ ചിത്രം വരക്കാൻ പഠിക്കുക. അങ്ങനെയാണ് ഈസി ആയിട്ട് ആൻസർ കിട്ടും. സോ എന്നിട്ട് നല്ലൊരു പേരും കൊടുക്കാം. ABOC. പൈതോറസ് യൂസ് ചെയ്യാം. കർണം സ്ക്വയർ സമം. ഈ കാണുന്ന മൊത്തം 30 ആണ്. ഇത് 15 ആണ്. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 15ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225, 8ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64. ഇത് രണ്ടുകൂടിയും കൂട്ടി എത്ര ഇട്ടിടാം? 289. ഏതിന്റെ സ്ക്വയർ ആണ് 289? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? 1 മുതൽ 20 വരെയുള്ള നമ്പർ പഠിച്ചു വെക്കുക. ദാറ്റ് ഈസ് 17ന്റെ സ്ക്വയർ ആണ്. 17 × 17 എത്രയാണ്? 229. 15 × 15 225. ലാസ്റ്റ് 9 അവസാനിക്കുകയാണെങ്കിൽ 17 അല്ലെങ്കിൽ 13 ആണ്. അങ്ങനെ 17 കിട്ടി. അപ്പൊ ഈ കാണുന്ന നീളം 17. അടുത്തൊരു ചോദ്യം എല്ലാവരും ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി കോഡ് ഓഫ് ദി സെയിം സർക്കിൾ? സെയിം സർക്കിൾ എടുക്കണം. വിച്ച് ഈസ് 15 സെന്റിമീറ്റർ അവേ ഫ്രം ദി സെന്റർ. ഇവിടുന്ന് 15 സെന്റിമീറ്റർ അകലെയുള്ള 15 സെന്റിമീറ്റർ അകലെയുള്ള 15 സെന്റിമീറ്റർ. അപ്പൊ ഈ നീളം 15. അകലെയുള്ള കോഡിന്റെ നീളം എത്ര? ഈ സീഡിയുടെ നീളം എത്ര എന്നാണ് ചോദ്യം. ഫ്രം ദി സെന്റർ ഓഫ് സർക്കിൾ. അപ്പൊ നമുക്കറിയാം ഇവിടെ റേഡിയസ് മാറൂല. ഈ കാണുന്ന നീളം എത്ര തന്നെയായിരിക്കും? 17 തന്നെ ആയിരിക്കും. ഈ കാണുന്ന നീളം എത്ര തന്നെ ആയിരിക്കും? 17. ഇത് 17 തന്നെ. അപ്പൊ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ അതായത് F എന്ന് കൊടുക്കാം. അപ്പം നേരത്തെ ചെയ്തതുപോലെ കർണം സ്ക്വയർ ഹൈപ്പർട്ടെനസ് സ്ക്വയർ 17 സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് EF സ്ക്വയർ പ്ലസ് DF സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, അതായത് 15 സ്ക്വയർ. സോ 17 സ്ക്വയർ 289. അതിൽ 15ന്റെ സ്ക്വയർ ഓർക്കുക 225 ഈക്വൽ എന്ത് കിട്ടും? DFന്റെ സ്ക്വയർ കിട്ടും. അപ്പോൾ എത്ര കിട്ടും? 64. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് 17, ഇത് 15 ഇത് 8 ആണ്. ഇത് 17, ഇത് 15 ഇത് എത്രയാണ്? 8 ആണ്. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ആൻസർ ചെയ്യാം. സോ അതിന്റെ ആൻസർ എത്രയായിരിക്കും? 8, ഇത് 8, ടോട്ടൽ 16 കിട്ടും. സോ 16 ആണ് ഇതിന്റെ മൊത്തം നാൾ. സോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇരുന്ന് വിചാരിച്ചത്. ബാക്കിയെല്ലാം നമ്മൾ എന്താക്കിയിട്ടുണ്ട്? ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. മക്കളെ എല്ലാവരും എന്ത് ചെയ്യുക? അടിപൊളിയാക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എല്ലാ മക്കൾക്കും നല്ല മാർക്കോട് കൂടി പാസ്സാവാൻ പറ്റട്ടെ. എൻ്റെ പേര് ഷാഹിദ് റംസാൻ, സൈലത്തിലെ മാത്സ് ഫാക്കൽറ്റിയാണ്. നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കില്ല എന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ബൈ. കാണാം.